പറഞ്ഞിരിക്കുന്ന വാക്തത്വം ഇതാണ്: എന്റെ നാമത്തിൽ നിങ്ങൾ 2-3 പേർ കൂടി വരുന്നിടത്ത് ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. ആ വന്നിരിക്കുന്ന കർത്താവിനെ കാണുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. ആ കർത്താവിനെ കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരുന്നത് നമ്മൾ ആമേശ്വരം ചെയ്യും. നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം മാത്രമാണ്. എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്? കർത്താവ് പറഞ്ഞ വാക്തത്വം, കർത്താവ് 2-3 പേരുടെ നാമത്തിൽ കൂടി ഒരു നടുവിൽ ഞാനുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ആ കർത്താവിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. അങ്ങനെ നാം ദൈവ സാന്നിധ്യത്തോട് വിശ്വാസത്തോട് പ്രതികരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ചെയ്യും. നമ്മുടെ വിശ്വാസത്തിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ അത്ഭുതകരം ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ അവരുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടപ്പോൾ അവർ പറയുക, കർത്താവേ, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിലൂടെ ഒരു ദൂതി ഞാൻ വിളിച്ചു പറയാം, നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തുന്നത് സ്വപ്നം കാണുന്നത് പോലെയായിരിക്കും, സ്വപ്നം കാണുന്നത് പോലെയായിരിക്കും. കാരണം ആമേൻ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദൈവം കൂടെ നിന്നുകൊണ്ട് ചെയ്യുന്നത് കാര്യമല്ല, നമ്മുടെ സ്ഥിതി മാറ്റുന്നത് ദൈവം മാത്രമാണ്. അതിനുവേണ്ടി ദൈവം പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദൈവം പറയുന്നത് വിശ്വസിക്കുക. വിശ്വസിക്കുക. ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ സ്തോത്രം ദൈവ ശബ്ദത്തോടെ നാം വിശ്വാസത്താൽ പ്രതികരിക്കുമ്പോൾ ആമേൻ 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 ദൈവത്തിന്റെ ആമേൻ സ്തോത്രം കാരണം നമ്മുടെ ജീവിതത്തിൽ സ്വപ്നം കാണുന്നത് പോലെ നമ്മുടെ സ്ഥിതിഗതികളെ ദൈവം മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവർ പാടിയത്, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? ഞങ്ങൾ ചിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നാവിൽ ആർപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. കാരണം ദൈവസ്ഥിതി മാറ്റുമ്പോൾ അവിടെ വേറെ ഒന്നും ചിന്തിക്കാനും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആ സ്ഥിതി മാറ്റുന്ന ദൈവത്തിന്റെ മുമ്പാകെ അവന് നന്ദി പറയുക എന്നുള്ളത്. ആ വൻകാര്യങ്ങളെ ദൈവസന്നിധിയിൽ ഘോഷിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ നമ്മൾ അതന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ആമേൻ സ്തോത്രം എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വന്നു, ആമേൻ ഞാൻ ജീവനുള്ള ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമുക്ക് ദൈവസന്നിധി തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ തന്നെ പറയാൻ കഴിയും, കർത്താവ് സ്വപ്നം കാണുന്നത് പോലെയാണ് ദൈവത്തിന്റെ സ്ഥിതി മാറ്റിയിരിക്കുന്നത്. ആമേൻ സ്തോത്രം. ആ ദൈവം ഇന്ന് നമ്മുടെ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആ ദൈവം തന്നെയാണ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ആ വിശ്വാസത്തോടെ നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് നമ്മൾ ഏത് സ്ഥിതിയിലായിരുന്നാലും ആമേൻ സ്തോത്രം നമ്മുടെ സ്ഥിതി എല്ലാം മാറ്റാൻ ദൈവം വിശ്വസനായിരിക്കുന്ന ദൈവമാണ്. ആ വിശ്വാസത്താൽ വിളിച്ചു പറയണം, കർത്താവേ, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും. ഹല്ലേലൂയ. എന്റെ ഭർത്താവിന്റെ സ്ഥിതി മാറും. ഹല്ലേലൂയ. എന്റെ കുഞ്ഞിന്റെ സ്ഥിതി മാറും. എന്റെ ഭൗതിക തലത്തിന്റെ സ്ഥിതി മാറും. ഹല്ലേലൂയ. എന്റെ ശാരീരിക രോഗത്തിന്റെ സ്ഥിതി മാറും. കാരണം എന്താ? ദൈവത്തിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് നമ്മുടെ സ്ഥിതി മാറ്റാൻ വേണ്ടി നാം കിടഞ്ഞ് പരിശ്രമിച്ചവരാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ചെയ്യുന്നു. എന്താ അവസാനം സംഭവിച്ചത്? നാം വെറും സീറോയായി മാറുവാനിടയായിരുന്നു. സ്ഥിതി മാറും എന്ന് മാറാൻ വേണ്ടി നമ്മൾ പലതും ചെയ്തു, പക്ഷെ നാം വെറും സീറോയിൽ വന്നെത്തുവാണ്. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? കർത്താവ് പറയാണ്, ഞാൻ നിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാനാണ് നിന്റെ സ്ഥിതി മാറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, ദൈവം എന്ന് പറയുന്നുവോ അത് നാം വിശ്വാസത്താൽ വിളിച്ചു പറയണം. ഇന്ന് പകലിൽ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ അവൻ വെളിപ്പെട്ടു വന്നിരിക്കും. നമ്മുടെ മന്ദിൽ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ നമ്മുടെ നാവുകളെ തുറന്നു പറയാം, കർത്താവ്, ഈ ദൈവം എന്റെ സങ്കേതമായി എന്റെ കൂടെയുണ്ട്. ഈ ദൈവം എന്റെ കോട്ടയ എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവം എന്റെ സൗഖ്യദായകനായ എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവം എന്റെ സ്ഥിതി മാറ്റുവാനായി സർവശക്തനായ എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഹല്ലേലൂയ ആമേൻ സ്തോത്രം ചെയ്യുന്നു. നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ സ്തോത്രം. ദൈവം നമുക്ക് ആരായി മാറുന്നു, നാം ദൈവത്തെ എങ്ങനെ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിൽ നിന്ന് നാം ദൈവസന്നിധി വിളിച്ചു പറയണം. ഇതെങ്ങനെയെങ്കിലും ഇന്ന് പകലിൽ നമുക്ക് ദൈവത്തോട് വിളിച്ചു പറയാം, കർത്താവേ, നീ എന്റെ സങ്കേതമാണ്. ഹല്ലേലൂയ. നീ എന്റെ കോട്ടയാണ്. ഹല്ലേലൂയ. നീ എന്റെ പ്രാണനാഥനാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താ, നമ്മൾ ഭാരമല്ല ഉണ്ടാകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ദൈവത്തെ അറിയുന്നതിന് മുമ്പൊക്കെ പറഞ്ഞ ഒരു കാര്യം, ആമേൻ എന്നെ സഹായിക്കാൻ ആരുമില്ല, അത് നമുക്ക് നിരാശ തരുന്ന കാര്യമാണ്. എന്നെ പിടിവിപ്പാൻ ആരുമില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്നൊക്കെ നമ്മൾ പറയുക, എന്നെ ആമേൻ സ്ഥിതി അറിയുന്നവർ ആരുമില്ലെന്ന് പറയുമ്പോൾ ഈ വാക്കെല്ലാം നമ്മൾ നിരാശയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവസന്നിധി നാം വിളിച്ചു പറയണം, കർത്താവേ, ഇന്ന് ഞാൻ ആരുമില്ലാത്തവരല്ല, എന്നെ സഹായിപ്പാൻ എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നെ വിടുവിപ്പാൻ യേശു എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്റെ തകർന്ന കുടുംബത്തെ പണിയുവാൻ യേശു എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഏതെല്ലാം സ്ഥിതികൾ നമ്മുടെ മുമ്പിൽ ആമേൻ സ്തോത്രം നാം പണിത് ആമേൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്നുവോ, ആ മണ്ഡലങ്ങളെല്ലാം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ഹല്ലേലൂയ. ഈ കർത്താവിനെ ഞാൻ സേവിക്കും. ഹല്ലേലൂയ. ഈ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ കർത്താവിന്റെ മുൻനിരത്തിലേക്ക്
നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ച് നമ്മൾ ഈ പാടുന്ന പാട്ട് ധ്യാനിച്ചു പാടി ആമേ വിശ്വാസത്തോടെ സന്തോഷത്തോടെ നമ്മുടെ കർത്താവ് നമുക്ക് വീണ്ടും ആമേ സ്വന്തം നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിനെ